എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെട്ടിനാട് സ്പെഷ്യൽ റെസിപ്പി സീയം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് ഇഡ്ലി അരി, അതിന് 1/2 ഗ്ലാസ് ഉഴുന്ന്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെക്കാം. ഞാനിതിപ്പോൾ 2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിന് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കണം. നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കണമെങ്കിൽ. അരയ്ക്കുമ്പോൾ നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഇതേപോലെ അരച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജീരകം, പിന്നെ കറിവേപ്പില, അതിങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചിട്ടാൽ മതി. നന്നായിട്ട് മിക്സാക്കുക. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് വറുത്തെടുക്കാം. പുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ വറുത്തെടുക്കാം. ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ബോൾ ഇടുമ്പോൾ ഉടനെ തന്നെ അതിങ്ങനെ പൊന്തി വരണം. അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ മിക്സാക്കി വെച്ചേക്കണ ഈ മാവ് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഓരോരോ ബോൾ പോലെ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഫുള്ളിലാക്കേണ്ട ആവശ്യമില്ല. ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മേലെയൊക്കെ നല്ല ബ്രൗൺ കളറിൽ നല്ലോണം മുരിഞ്ഞിട്ട് വരും. അതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. അതിനുശേഷം ഇങ്ങനെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല ബോൾ പോലെ വരും. ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ല ബോൾ പോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്വാദുമുണ്ട്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.